താങ്ക് യു മദർ. നമ്മുടെ ഇടവക കുടുംബങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയ ഒരു പുതിയ ഡയറക്ടറി തയ്യാറാകുന്ന വിവരം നിങ്ങൾ ഇതിനോടകം അറിഞ്ഞിരുന്നുവല്ലോ. ഇതാ ഇപ്പോൾ അതിൻ്റെ പ്രകാശനം നമ്മൾ നടത്തുകയാണ്. ഇതിന് സഹകരിച്ച, പ്രത്യേകിച്ച് പ്രൂഫ് റീഡിങ്ങുകളൊക്കെ നടത്തിയ പള്ളി കമ്മിറ്റിക്കാർക്കും അതോടൊപ്പം ഇതിന് പിന്നിൽ കൊച്ചച്ഛനോടൊപ്പം പ്രവർത്തിച്ച നിയ പ്ലാംതോട്ടത്തിൽ, ആൻമരിയ തോട്ടക്കര, ജസ്ന വെട്ടുപാറപ്പുറത്ത് എന്നിവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛൻ കൈക്കാരന്മാർക്ക് ഈ ഡയറക്ടറി നൽകിക്കൊണ്ട് നമ്മുടെ ഡയറക്ടറി റിലീസിങ് ഇവിടെ നടത്തപ്പെടുകയാണ്. അതിനായിട്ട് സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും അത് സ്വീകരിക്കുന്നതിന് കൈക്കാരന്മാരെയും ക്ഷണിക്കുന്നു. താങ്ക് യു അച്ഛ. നമ്മുടെ ഇടവകയിൽ നടത്തപ്പെട്ട കുടുംബ കൂട്ടായ്മ വാർഷികത്തിൻ്റെ സമ്മാനദാനമാണ് നമ്മുടെ ഇടവക കൂട്ടായ്മയിൽ നിന്നും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട സാലി ചേച്ചിയുടെ സ്മരണാർത്ഥം നമ്മുടെ പള്ളി നൽകുന്നതാണ് ഈ മെമൻറ്റോ. ഈ മെമൻറ്റോ സ്വീകരിക്കുന്നതിന് പേര് വിളിക്കുന്ന ക്രമത്തിൽ സോൺ ലീഡേഴ്സും കുടുംബ കൂട്ടായ്മ അംഗങ്ങളും കടന്നു വരേണ്ടതാണ്. പ്രോത്സാഹന സമ്മാനമായി 2000 രൂപയും 3000, 4000, 5000 എന്നീ 3, 2, 1 സ്ഥാനക്കാർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നതാണ്. ആദ്യമായി പ്രോത്സാഹന സമ്മാനം നൽകുന്നതിന്, 5ാം പ്രോത്സാഹന സമ്മാനം നൽകുന്നതിന് ബഹുമാനപ്പെട്ട ജോണി ഇഞ്ചക്കുഴിയിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 5ാം സ്ഥാനം പ്രോത്സാഹന സമ്മാനം ലഭിച്ചിരിക്കുന്നത് പൈറ്റക്കുളം സോണാണ്. സോണിലെ ലീഡറിനെയും കുടുംബ കൂട്ടായ്മ അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ സമ്മാനം സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുന്നു. മറ്റൊരു പ്രോത്സാഹന സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഉപ്പുകണ്ടം സോണാണ്. അവർക്ക് സമ്മാനം നൽകുന്നതിന് ബഹുമാനപ്പെട്ട ജോൺസൺ പരീപ്പനാലച്ചനെ ക്ഷണിക്കുന്നു. സോണിലെ ലീഡേഴ്സിനെയും കുടുംബ കൂട്ടായ്മ അംഗങ്ങളെയും ക്ഷണിക്കുന്നു. മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് വാളിയപ്പാടം സോണാണ്. സോണിന് സമ്മാനം നൽകുന്നതിനായി ഡെപ്യൂട്ടി കളക്ടർ ലിറ്റി ജോസഫ് കുരിശിങ്കലിനെ ക്ഷണിക്കുന്നു. സോണിലെ ലീഡേഴ്സിനെയും മറ്റംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് പുന്നംകോട് സോണാണ്. സമ്മാനം നൽകുന്നതിനായി ഫാദർ മാത്യു തയ്യലിനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിനായി സോൺ ലീഡേഴ്സിനെയും കുടുംബ കൂട്ടായ്മ അംഗങ്ങളെയും ക്ഷണിക്കുന്നു.
ഒന്നാം സമ്മാനമായ 5000 രൂപയും മൊമെൻ്റോയും നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ ജോൺ പുതിയ മറ്റത്തിൽ അച്ഛനെയും അത് സ്വീകരിക്കുന്നതിന് കുടുംബ കൂട്ടായ്മ പാറേപ്പള്ളി സോണിലെ ലീഡറിനെയും മറ്റ് കുടുംബ കൂട്ടായ്മ അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനമായി 5000 രൂപയും മൊമെൻ്റോയും പാറേപ്പള്ളി ഏറ്റുവാങ്ങുന്നു. രണ്ടാം സമ്മാനം 4000 രൂപയും മൊമെൻ്റോയും, മൂന്നാം സമ്മാനം 3000 രൂപയും മൊമെൻ്റോയും, പ്രോത്സാഹന സമ്മാനം 2000 രൂപയും. സമ്മാനം വിതരണം ചെയ്ത എല്ലാവർക്കും നന്ദി. ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ ഇടവകയിലെ കൈക്കാരൻ ശ്രീ പ്രിൻസ് വെള്ളാങ്കൽ അവരുകളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട വികാരി അച്ഛ റേവർ ഫാദർ ജോൺ പുതിയാമറ്റച്ചൻ, കൊച്ചച്ചൻ ഫാദർ മാത്യു തയ്യൽ, ഉദ്ഘാടനം ചെയ്ത ഡെപ്യൂട്ടി കളക്ടർ ശ്രീ ടി ജോസഫ്, എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ജോണി അഗസ്റ്റിൻ, ശ്രീ കാതറിൻ, സ്നേഹമുള്ള ഇടവകങ്ങളെ, കൂട്ടായ്മകളുടെ കൂട്ടായ്മ, അതാണ് ഈ നമ്മൾ ഇടവദിനമായി ആചരിക്കുന്നത്. ഇടവജനങ്ങൾ തമ്മിലുള്ള സ്നേഹവും സഹകരണവും ഉറപ്പിക്കുവാൻ നമുക്ക് മാർഗദർശിയും വെളിച്ചവുമായി നമ്മുടെ ഇടവകയെ നയിക്കുന്ന യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട വികാരി അച്ഛന് ഇടവജനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. വികാരി അച്ഛൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ യാതൊരു വീഴ്ചയും കൂടാതെ സദാ ചുറുചുറുക്കോടെ നമ്മോടൊപ്പമുണ്ട് നമ്മുടെ കൊച്ചച്ചന് ഇടവയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഇടവാംഗം തന്നെ ആയതിനാൽ നമുക്ക് അഭിമാനിക്കാം. ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി ഡെപ്യൂട്ടി കളക്ടർ ടി ജോസഫ് ഇടവകയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ജോണി അഗസ്റ്റൻ ഇടവകയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. സിസ്റ്റർ കാതറിൻ, സിസ്റ്റർ ആൻസും നമ്മുടെ മഠത്തിലെ മദർമാരാണ്. അവർക്ക് ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. 5 സോണിലെ ലീഡർമാർ ഈ പ്രോഗ്രാമിന് വേണ്ടി വളരെ പ്രവർത്തിച്ചു. അവർക്ക് നന്ദി അർപ്പിക്കുന്നു. ഗാലോപനം നടത്തിയ ഡിവിനും ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ആങ്കറിംഗ് നടത്തിയ നിമ്മി ടീച്ചറിനും ജോവിൻസ് സാറിനും നന്ദി പറയുന്നു. എന്നോടൊപ്പം എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന, മനോഹരമായി എനിക്കൊപ്പം പ്രവർത്തിച്ച ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഷൈൻ കുരിശെങ്കിൽ, അനിൽ ഇടപ്പനാട്ട് എന്നിവർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ കൂട്ടായ്മയിൽ പങ്കാളികളെന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള കലാപരിപാടികൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചിരിക്കുന്നു.